യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ, എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. ഒടുവിലത്തെ പന്തിയിൽ നാം മേൽത്തരമാം വീഞ്ഞിൻ വീര്യമേകാൻ ആത്മശക്തി നേടിടാം ക്ഷണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. പാപം ദാവീദിനെ വേട്ടയാടുകയായിരുന്നു. പാപം ദാവീദിനെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്യുകയായിരുന്നു. പാപത്തിൻ്റെ ദൂഷിത ഫലങ്ങൾ ദാവീദിനെ പിന്തുടരുകയായിരുന്നു. പാപം ശാപമായി
ദാവീദിനെ വേട്ടയാടുകയായിരുന്നു. ദാവീദ് സംഭ്രമ വിവശനായി നിലവിളിച്ചു, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. മനുഷ്യ, നീ പാപം ചെയ്തവിടെ ഒളിച്ചിരുന്നാലും എവിടെയെല്ലാം മറിഞ്ഞിരുന്നാലും പാപം നിന്നെ കണ്ടെത്തും. പാപത്തിൻ്റെ കനത്ത ശിക്ഷയ്ക്ക് നീ വിധേയനാകേണ്ടി വരും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ യു റീപ്പ്. ഗലാത്യലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ ഏറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിന്റെ പാപം നിന്നെ കണ്ടെത്തും. എങ്ങനെയെല്ലാം പാപം നമ്മെ കണ്ടെത്തും? 1, മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. 2, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം നിന്നെ കണ്ടെത്തും. പാപം മൂലം ശരീരത്തിൽ രോഗമുണ്ടാകും. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട് മനുഷ്യന്. മറ്റ് പ്രാണികൾക്കൊന്നും ആത്മാവില്ല, മനുഷ്യന് ആത്മാവുണ്ട്. ആത്മാവിൻ്റെ കേട് മാത്രമല്ല, ശരീരത്തിൽ പോലും പാപം മൂലം കേടുവരും. ആത്മാവിന് കേടുവരും, ശരിയാണ്. പാപം നിത്യ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകും. പാപം നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകും. പാപം നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. പാപം നരക തീപ്പൊയ്കയിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഐഹിക ജീവിതകാലത്ത് തന്നെ പാപം മൂലം രോഗമുണ്ടാകും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം രോഗമായി നിന്നെ കണ്ടെത്തും. ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. തുടരെ മദ്യപാനം ചെയ്യുന്നവർക്ക് കരളിൽ രോഗമുണ്ടാകും എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. തുടരെ പുകവലിക്കുന്നവർക്ക് ലങ്സിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ കയറൂരി വിട്ടതുപോലെ ലൈംഗിക ആവേശം പൂണ്ട് ലൈംഗിക വൈകൃതങ്ങളിൽ കുടുങ്ങുന്നവർക്ക് മാറാ രോഗങ്ങൾ ബാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. അരുതാത്തതായ ഹീനമായ മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവർക്ക് പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പല ഗുഹ്യ രോഗങ്ങളും പിടിപെടും എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ശാസ്ത്രം പറയുന്നതാണ്, ബൈബിൾ പറയുന്നതിന് പുറമെ. ശാസ്ത്രം പറയുന്നു, മനുഷ്യൻ അവൻ്റെ തെറ്റുകൾ കൊണ്ട്, അവൻ്റെ ദൂഷ്യ ജീവിതം കൊണ്ട്, അവൻ്റെ പാപമലീമസമായ ജീവിതം കൊണ്ട്, അവൻ്റെ ജീവിതത്തിലെ തിന്മകൾ കൊണ്ട് അവൻ്റെ ശരീരത്തിൽ രോഗം രജിസ്റ്റർ ചെയ്യുന്നു എന്ന്. രോഗം നമ്മുടെ ശരീരത്തിൽ മുദ്ര കുത്തുന്നു എന്ന്. രോഗത്തിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്നുവെന്ന്. എന്തിന്? കോപിക്കുന്ന മനുഷ്യരുണ്ട്, അവരറിയുന്നില്ല. കോപിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ചുണ്ട് വിറയ്ക്കും, മുഖം കവിള് തുടുക്കും, കണ്ണ് ചുമക്കും. നമുക്കറിയാം എന്താണ് കോപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ. നമ്മുടെ രക്തയോട്ടം വർദ്ധിക്കുന്നു, ചോര തിളയ്ക്കുന്നു. നമ്മുടെ രക്തം ചൂടുപിടിക്കുന്നു, ചോര തിളയ്ക്കുന്നു എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ സമയത്ത് കോപിക്കുന്ന മനുഷ്യൻ്റെ ആ രക്തോട്ടം വർദ്ധിക്കുന്നത് കൊണ്ടാണ്, ഏറ്റവും ചെറിയ രക്തധമനികളിൽ ചോര നിറയുന്നത് കൊണ്ടാണ് കവിളും മറ്റും തുടുത്തു വരുന്നത് കാണുന്നത്, കണ്ണ് ചുമക്കുന്നത് കാണുന്നത്. കണ്ണിൻ്റെ ആ മുകളിലെ പ്രതലം അത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ്, അത് സുതാര്യമായതുകൊണ്ടാണ് അവിടെ രക്തഓട്ടം വ്യക്തമായി കാണാൻ പറ്റുന്നത്. ചോരയോട്ടം കൂടും, ചോര തിളയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്തത്തിൽ കൂടിയേ കഴിയുമെന്ന് ദൈവം തന്നെ നിർണയിച്ചിട്ടുള്ള ചില നല്ല അംശങ്ങൾ, ചില അണുക്കൾ അത് കത്തിപ്പോകും, അത് ദഹിച്ചു പോകും, അത് വെന്തുപോകും. രോഗാണുക്കളെ ചെറുക്കുവാൻ ഈ രക്തത്തിൽ തന്നെ ചില പ്രത്യേക അണുക്കളുണ്ട്. അതെല്ലാം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന കാര്യങ്ങളാണ്. രോഗാണുക്കൾ നമ്മിൽ വരുമ്പോൾ ആ രോഗാണുക്കളെ ചെറുക്കുവാൻ ശരീരത്തിൽ തന്നെയുള്ള ചില ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ളതായ രോഗാണുക്കളെ ചെറുക്കാനുള്ള ആ പ്രവണതയുള്ള അണുക്കൾ അതെല്ലാം വെന്തു പോകുന്നതിന് കോപിക്കുമ്പോൾ കാരണമായി തീരും. കോപിക്കുന്ന മനുഷ്യൻ തനിക്ക് തന്നെ നാശം വരുത്തുന്നു, രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. എപ്പോഴും കോപിക്കുന്നവർക്ക് പ്രഷർ കൂടുമെന്ന് പറയും. എപ്പോഴും കോപിക്കുന്നവർക്ക് മാനസികമായ പിരിമുറുക്കം കൂടുമെന്ന് പറയും.
മാനസിക ദൗർബല്യങ്ങൾ കൂടുമെന്ന് പറയും. കാരണം അതെല്ലാം വൈദ്യശാസ്ത്രം പറയുന്നതാണ്. പാപം രോഗമായി നമ്മെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, പാപം മൂലം ശരീരത്തിൽ രോഗമുണ്ടാകും. ബൈബിൾ എന്ത് പറയുന്നു? 38-ാമത്തെ സങ്കീർത്തനം 3-ാം വാക്യം മുതൽ എങ്ങനെയാണ് നാം വായിക്കുന്നത്? നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ലെന്ന് സങ്കീർത്തനക്കാരൻ കരയുകയാണ്. എന്താണ് കാരണം? എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. ദൈവമേ, എൻ്റെ പാപം മൂലം നിന്നോട് നീരസം വന്നു, എന്നോട് നിനക്ക് നീരസം വന്നു, തന്മൂലം എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. തലയിൽ വലിയ ചുമടിരിക്കുന്നത് പോലെ പാപം വലിയ ഘനമായ ചുമടായി, വലിയ ബേർഡനായി എൻ്റെ ശിരസിലിരിക്കുന്നു. വലിയ ഹെവിനെസ് എനിക്ക് അനുഭവപ്പെടുന്നു, വലിയ ഭാരം എനിക്ക് അനുഭവപ്പെടുന്നു. ഭാരമുള്ള ചുമട് പോലെ അകൃത്യങ്ങൾ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ തലയ്ക്ക് മീതെ അകൃത്യങ്ങൾ കവിഞ്ഞിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ശരീരത്തിലെ വ്രണങ്ങൾ അത് ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടപെടാതെ ദുഃഖിച്ചു നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്താണ് അരയിലെ വരൾച്ച? അതിന് അല്പം വ്യാപകവും അല്പം അഗാധവുമായ അർത്ഥമുണ്ട്. എന്താണെന്നോ? ഇൻഫെർട്ടിലിറ്റി, സന്തതി ഉൽപാദന ശേഷി നഷ്ടപ്പെടുന്നു. പാപം മൂലം അരയിൽ വരൾച്ച, സന്തതി ഉൽപാദന ശേഷി കുറയുന്നു. മക്കളെ ജനിപ്പിക്കുവാൻ, മക്കളെ പ്രസവിക്കുവാൻ അതിനുള്ളതായ ശരീരത്തിൻ്റെ ശക്തി, ശരീരത്തിനുള്ളതായ സിദ്ധി അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും പാപം. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. കർത്താവേ, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എൻ്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം എനിക്കില്ലാതെയായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എല്ലാവരുടെയും മുൻപിൽ ഞാൻ സോറി ഫിഗറായിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു ദുഃഖപാത്രമായിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു നിന്ദാപാത്രമായിരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു അവഹേളന പാത്രമായിരിക്കുന്നു. ഞാൻ ലജ്ജാ വിവശനായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ദുഃഖത്തോടെ പറയുകയാണ്, എൻ്റെ പാപം മൂലം എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നു. സ്നേഹിതരെ, നാം വായിക്കുന്നില്ലേ, പത്രമാസികളിൽ നാം കാണുന്നില്ലേ, 1986 ഭാരതത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗി ഉണ്ടായത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണ്? ഇന്ന് ലക്ഷോപലക്ഷം എയ്ഡ്സ് രോഗികൾ ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിക്കുന്നു. ഏതാനും വർഷം കഴിയുമ്പോൾ ഈ ഭാരതത്തിൽ ഇന്നുള്ള എയ്ഡ്സ് രോഗികൾ എല്ലാം തീരും. പക്ഷേ വീണ്ടും എയ്ഡ്സ് രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് എയ്ഡ്സ് രോഗമുള്ള നാടുകളിൽ അവിടെ മനുഷ്യൻ എയ്ഡ്സ് രോഗത്തെ ഇനിയും പുതിയ ആളുകൾക്ക് വരാതിരിക്കാൻ അതിനുള്ള പ്രതിരോധ നടപടികൾ വൈദ്യശാസ്ത്രം എടുക്കുന്നു, ഗവൺമെൻറ്റുകൾ എടുക്കുന്നു. അത് ഒരു മാറാ രോഗമായി ഇന്ന് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭീകര വിപത്തായി കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടും ഭീതി വളർത്തി പടർത്തി ഇതാ പരന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എയ്ഡ്സ് രോഗം തുടങ്ങിയത് എങ്ങനെയെന്നോ? ലൈംഗിക വൈകൃതത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, അശുദ്ധ ജീവിതത്തിൽ നിന്ന്, കടിഞ്ഞാണില്ലാത്ത ജീവിതത്തിൽ നിന്ന്, കയറൂരിവട്ട ലൈംഗിക ജീവിതത്തിൽ നിന്ന്, ഹീനമായ മ്ലേച്ഛമായ ലൈംഗിക ജീവിതത്തിൽ നിന്നാണ് എയ്ഡ്സ് രോഗം പടർന്നു പിടിക്കാൻ കാരണമായത്. എന്നാൽ ഇന്നോ ലൈംഗികമായ അരാജകത്വം വേണമെന്നില്ല. ഇന്ന് ഒരു എയ്ഡ്സ് രോഗിയെ കുത്തിയ സിറിഞ്ച് കൊണ്ട് രോഗമില്ലാത്ത ഒരാളെ കുത്തിയാൽ മതി, ആള് രോഗിയായി തീരുന്നു. ആ സിറിഞ്ചിൽ കൂടി രോഗാണുക്കൾ പകരുന്നു. പ്രിയപ്പെട്ടവരെ, എയ്ഡ്സ് രോഗികൾക്ക് അവർക്കുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ, അവർക്കുള്ള അഭയകേന്ദ്രങ്ങൾ എല്ലാം ഗവൺമെൻറ്റുകളും നല്ല ആതുരാലയ സജ്ജീകരണങ്ങളും ഇന്ന് ക്രമീകരിക്കുന്നുണ്ട്. പല നല്ല മനസാക്ഷിയുള്ള ആളുകൾ പാവപ്പെട്ട എയ്ഡ്സ് രോഗികളെ സഹായിക്കുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട്. നല്ലത്. എന്നാൽ വേണ്ടത്ര പ്രതിരോധ നടപടികൾ ഇന്ന് പലയിടത്തും എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് വാസ്തവമായി നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നത്. നോക്കൂ, എയ്ഡ്സ് രോഗത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ പാപത്തിൻ്റെ കുത്തൊഴുക്കാണ്. പാപം ശരീരത്തിൽ രോഗമുണ്ടാക്കും. മകനെ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ആയുസ് നീ ക്യാൻസറിന് വിട്ടുകൊടുക്കണമോ? മദ്യം കുടിച്ച് നിന്റെ ആരോഗ്യം നശിപ്പിക്കണമോ?
മദ്യത്തിന് അടിമയായി നിന്റെ സമാധാനം നശിപ്പിക്കണമോ, നിന്റെ കുടുംബശാന്തി നശിപ്പിക്കണമോ, നിന്റെ ശരീരത്തിൽ രോഗത്തെ നീ ക്ഷണിച്ചു വരുത്തണമോ? ആമാശയത്തിൽ ക്യാൻസർ വരുന്നതിന് മദ്യപാനം കാരണമാണെന്ന് പറയുന്നു. അതുകൊണ്ട് മദ്യപിക്കുന്ന എല്ലാവരും ക്യാൻസർ രോഗികളാണ് എന്നല്ല പറഞ്ഞതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അനേകം ക്യാൻസർ രോഗികൾ നിരന്തരമായി മദ്യപാനം ചെയ്യുന്നത് മൂലം കരളിലും ആമാശയത്തിലും ക്യാൻസർ രോഗം വരുന്നതിന് ആ പാപങ്ങൾ കാരണമായി എന്ന് വൈദ്യശാസ്ത്രം വ്യക്തമായി പറയുന്നു. എന്തിന്? ഈ പുകവലിയുണ്ടല്ലോ, അത് ഒന്ന് വലിച്ചാൽ ഏതാനും ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് വലിക്കുന്നയാളുടെ കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും അറ്റത്തുള്ള നെയർ എൻഡിങ്സിൽ അതിൻ്റെ വിഷം വരുമെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു. പുകവലിക്കുമ്പോൾ ഒരൊറ്റ സിഗരറ്റ് അല്ലെങ്കിൽ ഒറ്റ ബീഡി, അതല്ലെങ്കിൽ ഒറ്റ കഞ്ചാവ്, അത് വലിച്ചു കഴിയുമ്പോൾ അതുപോലെ എത്രയോ പെരുത്ത് വിഷമാണ് ശരീരത്തിലൂടെ കടക്കുന്നത്. മിനിറ്റുകൾക്കകം ഇതാ കൈവിരലിൻ്റെയും കാൽവിരലിൻ്റെയും അറ്റത്തുള്ള നെയർ എൻഡിങ്സിൽ ആ വിഷം വന്നു കഴിഞ്ഞു. അത് വലിക്കുന്നയാൾക്ക് മാത്രമല്ല, അടുക്കലിരിക്കുന്ന വലിക്കാത്തയാൾക്കും അതേപോലെ വിഷം വ്യാപിച്ചു കഴിഞ്ഞു. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? സിഗരറ്റ് പാക്കറ്റിന്റെ പുറകിൽ എഴുതി വെക്കും, പുറത്ത് എഴുതി വെക്കും, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. എഴുതി വെച്ചാൽ മാറുമോ? സഹോദരങ്ങളെ, നോക്കൂ, പുകവലിക്കുന്നത് നമുക്ക് തന്നെ നാശം വരുത്തുകയാണ്. ഇന്ന് കൂട്ടുകെട്ടിൽപ്പെട്ട് ചീട്ടുകൾ സംഘങ്ങളിൽ കുടുങ്ങി മനുഷ്യൻ പൈസ നശിപ്പിക്കുന്നു, സ്വഭാവം നശിപ്പിക്കുന്നു, സമയം നശിപ്പിക്കുന്നു, വിലയേറിയ ആയുസ് നശിപ്പിക്കുന്നു, എല്ലാ വിധത്തിലും അപമാനം വിളിച്ചു വരുത്തുന്നു, തിന്മയുടെ പങ്കാളിയായി തീരുന്നു, ശരീരത്തിൽ രോഗം ക്ഷണിച്ചു വരുത്തുന്നു. നോക്കൂ, എത്രയെത്ര കാര്യങ്ങൾ. കൊള്ളരുതാത്ത ജീവിത ബന്ധങ്ങൾ തന്മൂലം രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ചുവന്ന തെരുവുകളിൽ വസിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്നതായ വൈകൃതങ്ങൾ മൂലം എത്രയെത്ര കുടുംബങ്ങൾ മുടിയുന്നു, എത്രയെത്ര വ്യക്തികൾ രോഗാതുരായി തീരുന്നു. ഇന്ന് സമൂഹം പാപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞാൽ മാത്രമേ മനുഷ്യന് ആരോഗ്യത്തോടെയുള്ള ഒരു ശോഭനഭാവി നേടിയെടുക്കാൻ കഴിയൂ എന്ന് വിവരമുള്ളവരും ബോധമുള്ളവരും ജ്ഞാനികളുമായ ബുദ്ധിജീവികൾ ഇന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പാപം ശരീരത്തിൽ രോഗമായി ബാധിക്കുന്നു. 31-ാമത്തെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറയും, 9-ാം വാക്യം 31:9, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവീർപ്പ് കൊണ്ടും കഴിഞ്ഞു പോയിരിക്കുന്നു, എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുമിരിക്കുന്നു. എൻ്റെ അകൃത്യം നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, സുവിശേഷത്തിൻ്റെ ഈ വചനം വെച്ചുകൊണ്ട് ലോകത്തിലെ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയിക്കുകയാണ്. ശരീരത്തിലേക്ക് നിങ്ങൾ രോഗത്തെ ക്ഷണിച്ചു വരുത്തരുത്. നിങ്ങളുടെ ശരീരം കാലമാകുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതല്ല. പ്രിയപ്പെട്ടവരെ, കാലമാകുന്നതിന് മുൻപ്, ദൈവം ആഗ്രഹിക്കുന്നതിന് മുൻപ് ഈ ശരീരം മണ്ണിനടിയിലേക്ക് പോകേണ്ടതല്ല. നിങ്ങൾ ഈ ശരീരത്തെ പോറ്റി വളർത്തേണ്ടതാണ്. ഈ ശരീരം പാപത്തിന് കൊടുക്കരുത്, തിന്മയ്ക്കും അശുദ്ധിക്കും ഈ ശരീരം വിട്ടുകൊടുക്കരുത്, അരുതാത്ത ബന്ധങ്ങൾക്ക് ഈ ശരീരം വിട്ടുകൊടുക്കരുത്, അഴുക്ക് വീഴ്ചകൾക്ക് ഈ ശരീരം വിട്ടുകൊടുക്കരുത്. ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിച്ചാൽ മകനെ നിനക്ക് തന്നെയാണ് ഗുണം, മകളെ നിനക്കാണ് ഗുണം. നിന്റെ ശരീരത്തിന് ആരോഗ്യമാണ്, നിന്റെ മനസ്സിന് ഉന്മേഷമാണ്, നിന്റെ ആത്മാവിന് വിശുദ്ധിയാണ്, നിന്റെ ഐഹിക ജീവിതത്തിൽ ശാന്തിയാണ്, നിന്റെ ജീവിതത്തിൽ നിത്യതയിലേക്കുള്ള മുതൽക്കൂട്ടാണത്. നിത്യ സ്വർഗീയ തീരത്തേക്ക് നിന്നെ എത്തിക്കുന്നതാണ്. ശരീരം രോഗത്തിന് കൊടുക്കല്ലേ, ശരീരം തിന്മയ്ക്ക് വിട്ടുകൊടുക്കല്ലേ, ഈ ശരീരത്തിൽ രോഗത്തെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തല്ലേ. പാപം മൂലം ശരീരത്തിൽ രോഗമുണ്ടാകും. Be sure your sin will find you out in your body. ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു തളർവാദ രോഗിയെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്നതായി നാം കാണുന്നുണ്ട്. 4 പേര് കൂടി ആ പക്ഷവാത രോഗിയെ എടുത്തുകൊണ്ട് വരികയാണ്. 4 പേര് കൂടി എടുത്തുകൊണ്ട് വന്നു. പ്രിയപ്പെട്ടവരെ, അവനെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ ചുവന്നുകൊണ്ട് വന്ന് അനങ്ങാൻ വയ്യാത്ത ആ സാധു മനുഷ്യനെ, ആ രോഗിയായ മനുഷ്യനെ 4 പേര് കൂടി എടുത്തുകൊണ്ട് വന്നു. ഇതാ മേൽക്കൂര പൊളിച്ചു. പുരുഷാരത്തിന്റെ തിരക്ക് മൂലം നേരെ കടന്നു ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് മുകളിൽ നിന്ന് ഇറക്കി കയറിന്മേൽ കട്ടിൽ ഇറക്കി താഴ്ത്തി യേശുവിന് മുമ്പിലേക്ക് വെച്ചു. യേശു അവനെ നോക്കി, യേശു അവരെ നോക്കി, കൊണ്ടുവന്നവരെ നോക്കി, രോഗിയായി കിടക്കുന്ന അവശനായ മനുഷ്യനെ നോക്കി. അവൻ ദയനീയമായി യേശുവിനെ നോക്കി. എത്ര നാളായി അവനങ്ങനെ കിടക്കുന്നു, അനക്കമില്ല, അവൻ്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിക്കില്ല, ആഹാരം വായിൽ കൊടുത്താൽ കഴിക്കും, എല്ലാം കിടന്ന കിടപ്പിൽ തന്നെ. പാവം, എന്ത് ദയനീയമായ അവസ്ഥയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, എന്ത് ദാരുണമായ സ്ഥിതിയാണ്. ആ പാവ മനുഷ്യൻ വളരെ
ദീനദയാലുത്വത്തോടെ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് അത്യന്തം ശോകപരവശനായി നോക്കി. യേശു വാത്സല്യ മസൃണമായ ഭാവത്തോടെ സ്നേഹത്തോടെ അവനെ യേശു നോക്കി. യേശു അവനെ കൊണ്ടുവന്നവരെ നോക്കി. അവർ നല്ല പ്രതീക്ഷയോടെ നിൽക്കുകയാണ്, നല്ല വിശ്വാസത്തോടെ നിൽക്കുകയാണ്, നല്ല പ്രത്യാശയോടെ നിൽക്കുകയാണ്. അവർ 4 പേരും യേശുവിൻ്റെ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കുന്നില്ല. നല്ല വിശ്വാസം. ഈ പാവ മനുഷ്യന് വിശ്വാസമുണ്ടോ? അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ വായിക്കാൻ പറ്റുന്നില്ല, തിരുവചനത്തിൽ വായിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കൊണ്ടുവന്നവർക്ക് വിശ്വാസമുണ്ട്. ചുമന്നുകൊണ്ട് വന്ന 4 പേർക്കും വിശ്വാസമുണ്ട്. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അവർ ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ആ ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവനെ അകത്തു കൊണ്ടുവന്ന് അവൻ്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുവരുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിലേശിന് മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കർത്താവ് കണ്ടു. കർത്താവിൻ്റെ ഉള്ളം കുളിർത്തു. കർത്താവ് പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവരെ കൊണ്ടുവന്നത് പാപം മോചിക്കാനല്ല. ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്നത് യേശു സൗഖ്യം കൊടുക്കുവാനാണ്. യേശു സൗഖ്യം കൊടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കൊണ്ടുവന്നത്. യേശു സൗഖ്യം നൽകുവാൻ ശക്തനാണെന്നുള്ള അറിവോടുകൂടിയാണ് കൊണ്ടുവന്നത്. യേശുവിൻ്റെ അരികത്തെത്തിയാലും സുഖമായി എഴുന്നേറ്റ് പോരുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് കൊണ്ടുവന്നത്. അവരുടെ വിശ്വാസം യേശു കണ്ടു. യേശു പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും അവിടെയുണ്ട്. എവിടെയും ദൈവവേല ഉണ്ടെങ്കിൽ ദൈവവേലയെ നിരൂപണം ചെയ്യുവാനും വിമർശിക്കുവാനും നിരീക്ഷകരുണ്ടായിരിക്കും, സംശയമില്ല. നിരീക്ഷകർ അവിടെ ഉണ്ടായിരുന്നു. അവരോ പള്ളി പ്രമാണിമാരായിരുന്നു. അവരെ ശാസ്ത്രികളായിരുന്നു. വലിയ തിയോളജി അറിയാവുന്നവരായിരുന്നു. വേദശാസ്ത്രം അറിയാവുന്ന ശാസ്ത്രികളായിരുന്നു. പരീശന്മാരായിരുന്നു. മത വൈരാഗ്യമുള്ള, മത തീക്ഷ്ണതയുള്ള യഹൂദ മേധാവികളായിരുന്നു. ശാസ്ത്രികളും പരീശന്മാരും പറഞ്ഞു, ദൈവദൂഷണം പറയുന്ന ഇവനാര്? ദൈവമല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാര് എന്ന് ചിന്തിച്ചു തുടങ്ങി. പുറമേ പറഞ്ഞില്ല. അവർ ചിന്തിക്കുക, ഇതെന്താ അവനീ പറഞ്ഞത്? പാപം മോചിച്ചു എന്നോ? ശരി, അത് മനുഷ്യർക്ക് അതിനുള്ള അധികാരമുണ്ടോ? ദൈവമല്ലേ പാപം മോചിക്കുന്നത്? ഈ യേശു, നസ്രയത്തിലെ തച്ചൻ്റെ മകൻ, ഈ അരക്കാശിൻ്റെ മുതലില്ലാത്തവൻ, തലചായ്പൻ ഇടമില്ലാത്തവൻ, ഈ നാട്ടിലൂടെയെല്ലാം നടന്ന് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, അവന് പാപം മോചിപ്പാൻ എവിടെ നിന്ന് അധികാരം? ഈ അധികാരം ഇവൻ എവിടെ നിന്ന്? അവര് ഉള്ളിൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പം? ഏതാണ് എളുപ്പം? പാപം മോചിക്കുകയാണ് പ്രയാസം. ശരീരത്തിൽ രോഗം മാറുന്നതിനേക്കാൾ എത്രയോ പ്രയാസമാണ് പാപം മാറുക. കാരണം ശരീരത്തിൽ രോഗം മാറണമെന്ന് ഈ വരുന്നയാൾക്ക് ആവശ്യബോധമുണ്ട്. അവൻ അഴലുകയാണ്, വിഷമിക്കുകയാണ്. രോഗം മാറണം, അവൻ അത്യാവശ്യക്കാരനാണ്. എന്നാൽ പാപം മാറണമെന്ന് അവൻ്റെ ഉള്ളം അവനെ നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ആവശ്യക്കാരനല്ല. പാപം മാറണമെന്നല്ല, പാപം മാറിയാൽ കൊള്ളാം എന്നേ ഉള്ളൂ. പക്ഷെ രോഗം മാറണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് പാപം മാറുക എന്നുള്ളതിനേക്കാൾ എത്രയോ നിസ്സാരമാണ് രോഗം മാറുക. കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുകെ അവൻ എഴുന്നേറ്റു, താൻ കിടന്ന കിടക്കയെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇങ്ങോട്ട് ചുമന്നുകൊണ്ട് വന്നു. പ്രിയപ്പെട്ടവരെ, 4 പേര് കൂടി കട്ടിലിന്മേൽ ചുമന്നുകൊണ്ട് വന്നു അവനെ. എന്നാൽ ഇപ്പോൾ അവൻ എഴുന്നേൽക്കുന്നു. കിടക്കയിൽ ദീനനായ ദയനീയമായ മുഖത്തോടെ വിതുമ്പിക്കൊണ്ട് കിടന്ന ആ മനുഷ്യൻ, നാളുകളായി എഴുന്നേൽക്കാൻ കഴിയാതെ മറ്റുള്ളവർ നടക്കുന്നതും മറ്റുള്ളവരുടെ കൈകൾ ചലിക്കുന്നതെല്ലാം കാണുമ്പോൾ കൊതി പൂണ്ട് നോക്കിയിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ അവൻ്റെ കൈ പയ്യെ ചലിക്കുന്നു. അവൻ പയ്യെ പയ്യെ വിറയ്ക്കുന്നു. അവൻ പയ്യെ പയ്യെ എഴുന്നേൽക്കുന്നു. ഇതാ അവൻ കൊടുങ്കൈ കുത്തി നിൽക്കുന്നു. അവൻ കട്ടിൽ പയ്യെ എഴുന്നേറ്റിരിക്കുന്നു. എന്തൊരത്ഭുതം! എല്ലാവരും അതിശയത്തോടെ അവനെ തന്നെ നോക്കുകയാണ്. യേശുവിനെ നോക്കുന്നു, അവനെ നോക്കുന്നു, അവനെ കൊണ്ടുവന്നവരെ നോക്കുന്നു. അവരിതാ പയ്യെ പയ്യെ എഴുന്നേൽക്കുന്നു. എന്തൊരത്ഭുതം! കൈയും കാലും പയ്യെ വിറയ്ക്കുന്നുണ്ട്. അവൻ യേശുവിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം മോചിച്ചപ്പോൾ രോഗവും മാറി. അടിസ്ഥാനം പാപമോചനമാണ്.
പാപം മോചിച്ചപ്പോൾ രോഗം മാറി. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം മൂലം രോഗം വരും. പാപം മോചിച്ചാൽ രോഗം മാറും. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ, നിങ്ങൾ ഗൗരവമായി ആലോചിക്കൂ. പാപം മൂലം രോഗമെന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് പാപത്തിന്റെ കരാളമായ പിടിയിൽ നിന്ന് മോചനം പ്രാപിച്ച് കഴിയുമ്പോൾ രോഗം മാറുന്ന എത്രയെത്ര സംഭവങ്ങൾ നാം കാണുന്നുണ്ട്. അനുദിനം എന്ന വണ്ണം നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവരിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പേര് രോഗം മാറുന്നു. കാരണം പാപം മോചിച്ച് കിട്ടുന്നു. എന്തൊരു അതിശയം! ക്യാൻസർ രോഗം മാറുന്നു. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപം മാറുമ്പോൾ രോഗം മാറും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ഇൻ യുവർ ബോഡി. നിന്റെ ശരീരത്തിൽ പാപം മൂലം രോഗമുണ്ടാകും. നമ്മുടെ ശരീരം രോഗത്തിന് കൊടുക്കരുത്. നമ്മുടെ ശരീരം രോഗം വരാൻ നാം വിട്ടുകൊടുക്കരുത്. കോപിക്കുന്നവർക്ക് നിരന്തരം തലവേദന ഉണ്ടാകുമെന്ന് പറയുന്നു. കോപിക്കരുത്, വൈരാഗ്യപ്പെടരുത്, വഴക്കടിക്കരുത്, കലഹിക്കരുത്, ഭിന്നത ഭാവിക്കരുത്, ഭിന്നത ഉള്ളിൽ ഉരുവെടുക്കരുത്. ഹൃദയം എപ്പോഴും സംശുദ്ധമായിരിക്കണം, സ്നേഹമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം വരട്ടെ. ഭാര്യയും ഭർത്താവും ഇണങ്ങട്ടെ. മാതാപിതാക്കളും മക്കളും ഐക്യമാകട്ടെ. സഹോദരങ്ങളും തമ്മിലുള്ള പിണക്കങ്ങൾ മാറട്ടെ. ഐക്യം പുലരട്ടെ. കുടുംബം ഭദ്രമാകട്ടെ. കുടുംബ ജീവിതം ശോഭനമാകട്ടെ. സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറട്ടെ. പാപം നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. അതിനത്രേ കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശുവിന്റെ തിരുരക്തം ഈ സമയത്ത് നിങ്ങളോട് വാദിക്കുകയാണ്. മകനെ പാപത്തെ വിടുക, മകളെ പാപത്തെ വിടുക. പാപം രോഗമായി നിന്നെ ആക്രമിക്കുന്നതിന് മുൻപ്, നിന്റെ ശരീരത്തിൽ പാപത്തിന്റെ ദൂഷിത ഫലങ്ങൾ വരുന്നതിന് മുൻപ് നീ പാപത്തെ ഉപേക്ഷിക്കുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. അതിവേഗം നീ പാപത്തെ കണ്ടെത്തി ഉപേക്ഷിച്ചുകൊള്ളുക. പാപത്തെ ഏറ്റുപറഞ്ഞുകൊള്ളുക. ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊള്ളുക. യേശുക്രിസ്തുവിന്റെ തിരുരക്തം പുരണ്ട കരവിതോ നിന്നെ നേരെ നീട്ടിയിരിക്കുന്നു. ആ കൈകളിലേക്ക് നിന്നെ തന്നെ കൊടുക്കൂ. വ്യവസ്ഥ കൂടാതെ ഏൽപ്പിക്കൂ. അവനോട് വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എന്റെ പ്രിയനെ, എന്റെ യേശുവേ, എന്റെ നാഥ, ഇന്നു മുതൽ എന്റെ പുതിയ സൃഷ്ടി. യേശുവിന് ഉറപ്പ് കൊടുക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവാനേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, തീരുമാനമെടുത്തവരെ അവിടെ സന്ദർശിക്കണമേ. പാപം മൂലം വന്ന എല്ലാ കെടുതികളും മാറ്റണമേ. പാപമോചനം നൽകണമേ. പാപക്ഷമ നൽകണമേ. പാപക്കറകൾ തിരുരക്തത്താൽ കഴുകണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. പാപം മൂലം വന്ന രോഗങ്ങളിൽ നിന്ന് അവിടുന്ന് വിമോചനം നൽകണമേ. രോഗസൗഖ്യം അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആണിപ്പോറുള്ള കരം ഇപ്പോൾ തീരുമാനമെടുത്തവരുടെ ശിരസിന്മേൽ വെക്കണമേ. അനുഗ്രഹിക്കണമേ. ശാപങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ നീക്കണമേ. സൗഖ്യം ഇറങ്ങണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ